എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദുഃഖമുണ്ടായാലും നിങ്ങൾക്ക് വേദനയുണ്ടായാലും അതാണ് യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവൻ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ റബ്ബ്? മുഹദ്ദിസ് ശൈഖാണോ? അല്ലാഹുവിന്റെ റസൂലാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരാണോ? ഔലിയാക്കന്മാരാണോ? അല്ല, ലോകങ്ങളെ പടച്ചവനായ അല്ലാഹുവാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹുവിന്റെ കൽപ്പനയാണത്, അല്ലാഹുവിന്റെ കൽപ്പനയാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൽപ്പന നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ? എന്നാൽ ആളുകൾ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിലർ ഉച്ചരിക്കുന്നു, പക്ഷെ അവനത് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിനെ തകർക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ പാഠം, ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അത്